എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഏകദേശം 2 മാസത്തോളമായി ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട്. ഈ ലോങ് ടൈം വീഡിയോ ഇടാൻ വേണ്ടി ആയത്, ഈ ലോങ് ഗ്യാപ്പ് ഉണ്ടായത് ഞങ്ങളുടെ എൻ്റെ പാപ്പൻ്റെ മകള് മരണപ്പെട്ടു. ഒരു സഡൻ ഡെത്ത് ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കര ഷോക്കായി. 49 വയസ്സോളം ഉണ്ടായിരുന്നുള്ളൂ. ബോബി ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ചേച്ചിയായിരുന്നു. അമ്മയ്ക്ക് എപ്പോൾ ഫോൺ ചെയ്യുമ്പോഴും ഞങ്ങളുടെ വിശേഷം ചോദിച്ചറിയായിരുന്നു. ചേച്ചി ചെറുപ്പം മുതലേ എനിക്ക് നല്ല അടുപ്പമുള്ള ചേച്ചിയാണ്. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. അപ്പം ഞാൻ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ ചേച്ചിനെ കാണാൻ കുറേ നാളായിട്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിളിച്ചിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു. അപ്പോൾ വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ചേച്ചിക്ക്. വളരെ ഹെൽത്തി ആയിട്ട് നടന്നിരുന്ന ആളാണ്. എൻ്റെ അമ്മേനെ ആ സംഭവം നടക്കുന്നതിൻ്റെ, ചേച്ചി മരണപ്പെടുന്നതിൻ്റെ വളരെ ഒരു 4, 5, 6 ദിവസം മുമ്പ് പോലും അവർ സംസാരിച്ചിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ചേച്ചിയുടെ അമ്മയ്ക്ക് കാലുവേദന ഉണ്ട് എന്നൊക്കെയാണ് അമ്മോട് പറഞ്ഞത്. ചേച്ചിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ആ മരണപ്പെടുന്ന അന്ന് ചേച്ചിക്ക് ചെറിയൊരു അസ്വസ്ഥത വന്നിട്ട് പെട്ടെന്ന് ശ്വാസത്തിൻ്റെ ഒരു തടസ്സം അങ്ങനെ എന്തോ ആയിരുന്നു. പെട്ടെന്നൊരു ചെറിയൊരു തടസ്സം വന്ന് ആസ്പത്രിയിൽ പോയി അവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു. അപ്പം അത് ഭയങ്കര എല്ലാവർക്കും, ബന്ധുക്കൾക്കും എല്ലാവർക്കും, ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഷോക്കായി. എനിക്കും അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് മനസ്സിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചേച്ചീനെയാണെന്നുണ്ടെങ്കിൽ കാണണം എന്ന് വിചാരിച്ചതായിരുന്നു. ചേച്ചിയുടെ വീട്ടില് ഞാനും സോനും കൂടിയിട്ട് കുറച്ച് നാൾ മുമ്പ് പോയി. നമ്മൾ പോയില്ലേ പാപ്പന്റെ വീട്ടില്? ചേച്ചിയുടെ വീട്ടില് ഞങ്ങൾ പോയിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീട്ടില്, ചേച്ചി ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ പോയില്ല. അപ്പൊ അന്ന് അവിടുന്ന് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, കാറിലിരുന്നിട്ട് അമ്മോടും സോനുവിനോടൊക്കെ പറഞ്ഞ് നമുക്കൊരു ദിവസം ബോബി ചേച്ചിയുടെ വീട്ടിൽ പോകണട്ടോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇത് മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി. അപ്പോൾ അത് മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. എനിക്ക് പിന്നെ കുറച്ച് ദിവസങ്ങളിലേക്ക് അത് തന്നെയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ അത് തന്നെ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ബോബി ചേച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്ക് ആ സമയത്ത് മുണ്ടൊന്നും ശരിക്കും എടുക്കാറില്ല. അപ്പോൾ ഈ കർമ്മം ചെയ്യാൻ നേരത്ത് മുണ്ടെടുത്തിട്ട് വരാൻ പറഞ്ഞു ഈ പൂജകൾ ചെയ്യുന്ന ആള്. അപ്പോൾ ഞാൻ മുണ്ടെടുത്ത് എങ്ങനെയോ എടുത്ത് കുത്തി. അത് വളരെ റോങ് ആയിരുന്നു. അപ്പോൾ ബോബി ചേച്ചി വന്നിട്ടാണ് എനിക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിരുന്നു. നീ അത് ശരിക്കും എടുക്കുക എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ മുണ്ട് എടുത്ത് കുത്തി തന്നു. അപ്പം എനിക്ക് ആ ഓർമ്മയും ദൈവമേ പിന്നീട് കാണാനും പറ്റി. പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ട് കാണാനും പറ്റിയില്ല. അപ്പോൾ ചേച്ചി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. അതും ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണുന്ന ചേച്ചിയാണ്. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ചേച്ചിയാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോബി ചേച്ചിനെ. അപ്പോൾ ഭയങ്കര വിഷമമായി. അതൊന്ന്. ഈ സംഭവത്തിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ അഗാധമൊന്നും മാറുന്നേക്കാൾ മുമ്പാണ് ഞങ്ങളുടെ സുഹൃത്ത് കിഷോറേട്ടൻ, എല്ലാവർക്കും അറിയുണ്ടാവും, കിഷോറേട്ടൻ്റെ ഒരു പുസ്തകത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിഷോറേട്ടൻ ആത്മഹത്യ ചെയ്യുന്നത്, കിഷോറേട്ടൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആകെ, കാരണം അദ്ദേഹത്തെ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയണതാണ്. ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ താമസിക്കുകയാണ് കോഴിക്കോട്. 2 പുരുഷന്മാർ ചുംബിക്കുമ്പോൾ എന്നുള്ള പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇപ്പോൾ ഈ കൊറോണ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെയധികം ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചിരുന്നു ആള്. ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യായിരുന്നു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെന്ന്. പക്ഷെ ആത്മഹത്യ ചെയ്യുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പുള്ളിക്കാരെ ആത്മഹത്യ ചെയ്തു എന്നുള്ള പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നിങ്ങളിൽ പലരും അത് അറിഞ്ഞിട്ടുണ്ടാവും. പേപ്പറിലൊക്കെ ഫോട്ടോ അടക്കം ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരെ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതും ഭയങ്കരമായിട്ട് എനിക്ക്. പിന്നെ അതിൻ്റെ ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതും കണ്ടന്റ് ആക്കിയിട്ടിരുന്ന ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ കുറേ പേര്. പക്ഷെ എനിക്കും സോനുവിനും ഒക്കെ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ പിന്നെ
കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ഒന്നിനും പറ്റുന്നില്ല, അത്രയ്ക്കും ഒരു വിഷമാണ് മനസ്സിന്. അപ്പൊ അതാണ് ഈ ഗ്യാപ്പ് വന്നത്, ഞങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അല്ലേ സോനു? അതെ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വിഷു ഒക്കെ അങ്ങനെ നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീഡിയോ. അതെ, അപ്പൊ അതുകൊണ്ടാണ് വലിയൊരു ഗ്യാപ്പ് വന്നത്. അപ്പൊ കുറേ പേര് എന്താ നിങ്ങൾ വീഡിയോ ഇടാത്തത്, എന്താ പറ്റിയത്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാരണം. ഈ 2 മരണങ്ങൾ നമുക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. 2 പേരും നമ്മളോട് അടുത്ത് നിൽക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പൊ അതാണ് ഇപ്പൊ അതിൽ നിന്ന് ഞങ്ങളൊന്ന് റിക്കവർ ചെയ്ത് വരിക. കാരണം നമ്മളിപ്പോ എല്ലാവർക്കും അറിയാലോ, ആര് മരണപ്പെട്ടാലും നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ, നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, അതാണ് ജീവിതം. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്തിങ്ങനെ വരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ അവർ ലൈഫാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസമാണ് നിങ്ങൾക്ക് കാണിക്കാൻ. എണീറ്റിട്ട് ഇപ്പം ഇരിക്കണുള്ളൂ അല്ലേ? അതെ, എണീറ്റിട്ടിരിക്കണല്ലോ. എനിക്ക് ചെറിയൊരു ജലദോഷത്തിന്റെ ഒരു ഇതുമുണ്ട്, എൻ്റെ ശബ്ദമൊക്കെ അടഞ്ഞിട്ടുണ്ട്, കേൾക്കണവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഉള്ള പോലെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇന്ന് അല്ലേ സോനു? ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും വിചാരിച്ചിട്ടുമില്ല മനസ്സിൽ. എന്തായാലും ഡേ ഇൻ അവർ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പോകണമെന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. അപ്പൊ നിങ്ങളും ഞങ്ങളുടെ കൂടെ അതെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ ഇനി പല്ല് തേക്കണം, എന്നിട്ട് പതുപോലെ നടക്കാനൊക്കെ പോകണം അല്ലേ? അതെ, അപ്പൊ തുടങ്ങാം നമുക്ക്. അതെ, ഞാൻ എന്നാ പല്ല് വെച്ചൊന്ന് ഫ്രഷ് ആവട്ടെ ആദ്യം തന്നെ. ഞങ്ങൾ എക്സസൈസിന് ഇറങ്ങിയിരിക്കുകയാണ്. ഡെയിലി വാക്കിങ് ഒരു 30 മിനിറ്റ്സോളം നടക്കും, 2 ആളും കൂടിയിട്ട് രാവിലെ. അപ്പൊ ഈ വഴിയാണ്, ദിവസവും ഈ വഴി കൂടിയാണ് നടക്കുക അല്ലേ സോനു? അതെ, ഇവിടെ പിന്നെ അധികം വണ്ടിയൊന്നും ഓടുന്ന സ്ഥലമല്ല, ഇടയ്ക്കൊക്കെ വണ്ടി ഓടുള്ളൂ, അതുകൊണ്ട് നടക്കാൻ സുഖമാണ്. അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങി വരും, അവസാനമാകുമ്പോൾ മടുക്കും. അവസാനം ഒരു കയറ്റം കൂടിയാ. അപ്പൊ ആ കയറ്റം കയറുമ്പോ ശരിക്ക് മതിയാവും, കിതയ്ക്കും. അപ്പോൾ ഇതാണ് രാവിലെ ഒരു ഫ്രഷ്നെസ്സും എക്സസൈസും ഒക്കെ കൂടി ഒരുമിച്ച് നല്ല സുഖം. പോണ വഴിക്ക് നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ ഇപ്പോൾ പരിചയമായി, ഡെയിലി വഴിക്ക് പോകണമുണ്ട്. അതെ, അപ്പോൾ അങ്ങനെ ഇതാണ് രാവിലത്തെ. ഏതായാലും നടത്തം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇതുവരെ മുടക്കിയിട്ടില്ല. വല്ലപ്പോഴും വീട്ടിൽ പോകുമ്പോഴേക്കൊന്ന് മുടങ്ങും, എന്നാലും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അതെ, നമുക്ക് എന്നാ ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും കുറഞ്ഞ് നടക്കണല്ലോ. അപ്പൊ ഇനി നടക്കട്ടെ. അതെ, ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അല്ലേ? ഞങ്ങൾ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഫ്ലാറ്റിൽ തിരിച്ചെത്തി. 2 ആളും നന്നായിട്ട് വേർത്തു. അത് ദിവസവും വേർക്കാറുണ്ട്. ഇപ്പഴത്തെ ചൂടല്ലേ, പിന്നെ പോരാത്തന്നെ ചൂടും, നല്ല ചൂടല്ലേ. പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം. ആ വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും തോന്നും. ഓരോ വർഷം കഴിയും തോറും ചൂട് ഇങ്ങനെ കാഠിന്യം കൂടി വരിക. അടുത്ത വർഷം ആകുമ്പോഴേക്കും എന്താവുക എന്തോ. ഏതായാലും AC വിൽക്കുന്നവർക്കൊക്കെ നല്ല ബിസിനസ് ആയിരിക്കും. AC-യുടെ ബിസിനസ് ഭയങ്കരമായിരിക്കും. എന്നാലും സാധാരണക്കാർക്കൊന്നും ഈ ചൂട് താങ്ങില്ല, അതാണ് വിഷമം. അപ്പൊ ഇനി ഞങ്ങള് കുളിക്കാൻ പോവുകയാണ്. ഇനി ചായക്കുള്ളത് ഇന്ന് എന്താ ചായക്ക്? എന്താ ദോശ, ഊത്തപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇനി കുളി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്താ ഇപ്പോഴത്തെ ചൂട്, കുളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നല്ലതായിട്ട് വേർക്കും. അപ്പം അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇനി ഇത് റെഡിയാക്കാൻ പോവാണ്. ഇന്ന് രാവിലെ മിക്കപ്പോഴും ദോശയും ഉപ്പാവൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ഉനിയനൊത്തപ്പം ഉണ്ടാക്കാമെന്ന്. ദോശ പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇച്ചിരി എന്താ പറയുക, സവാളയും പച്ചമുളകും കരിയാപ്പിലൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാനിനി അത് ഉണ്ടാക്കാൻ നോക്കട്ടെ. ഞാൻ ഫ്രിഡ്ജിൽ ഇന്നലെ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുക്കട്ടെ ഇനി. അങ്ങനെ
അതാ ഉനിയൻ ഉത്തപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ദോശമാവ് ആദ്യമേ എടുത്ത് വെച്ചിരുന്നു. പിന്നെ ഇത് നമ്മുടെ സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ ഒരു തരി ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നും ഈ ദോശ തന്നെ തിന്നുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നിയില്ലേ, അതുകൊണ്ട് ഒരു ചെറിയ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിനി ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞങ്ങളുടെ ഗ്രീൻ ടീക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഗ്രീൻ ടീ ആണ് പതിവായിട്ട് കുടിക്കാറ്. പിന്നെ വൈകുന്നേരം ഒരു പാൽ ചായ കുടിക്കും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സവോളയൊക്കെ അതിൻ്റെ മുകളിൽ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഗ്രീൻ ടീക്ക് വെച്ചിരുന്ന വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ ടീയുടെ ഇല ഇട്ട് കൊടുക്കട്ടെ. ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ മേടിച്ച ഇതുവരെ തീർന്നിട്ടില്ല. അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഇനി അങ്ങനെ ഇവിടെ ഉനിയൻ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ഇന്നലെ ഞാൻ രാത്രി ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചു. അങ്ങനെ വീഡിയോ എടുക്കണോണ്ട് ഇച്ചിരി പാടാണ്, രാവിലെ എല്ലാവരും ഉണ്ടാക്കുക. അതുകൊണ്ട് അത് നേരത്തെ ഉണ്ടാക്കി വെച്ചു. അപ്പം ഞങ്ങളിനി കഴിക്കാൻ പോട്ടെ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. സോനു സ്പെഷ്യല് ഉത്തപ്പം, ഒനിയൻ ഉത്തപ്പം, ഒനിയൻ ഉത്തപ്പം, പിന്നെ ചമ്മന്തി കഴിക്കാം. നമുക്ക് കഴിക്കാം. ഇത് ചെറിയ മാറ്റം. എന്നും ദോശ ഉണ്ടാക്കുമ്പോ എന്നും തിന്ന് മടുക്കുന്നത്. ഏഷ്യന്റെ എന്നും ദോശ ഇഷ്ടമല്ല. എന്നല്ല, ഞാൻ കൂടുതലും ദോശ ഇഡ്ഡലി ഉണ്ടാക്കണേ. അപ്പൊ എന്നും എന്താ പറയാ, ആകെ ഒരു മടിയാ കഴിക്കാൻ. ഇതായിപ്പോ ഒരു വ്യത്യാസമില്ലേ? രസമുണ്ട്. ഇതിന്റെ മുകളിൽ എന്തൊക്കെ ഇട്ടത്? ഇത് നമ്മുടെ സവാളയില്ലേ, സവാളയും പച്ചമുളകും കറിവേപ്പിലയും. അത് ഇടയ്ക്ക് ചെയ്തുകൊണ്ടാ രസം. അടുപ്പിച്ചാണെങ്കിൽ മടുക്കും. അത് ശരിയാ. ഞാൻ എടുത്തണം. നേരിട്ട് കഴിച്ചു. ഞാൻ കഴിക്കാം. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങള്? കൊറേ നാളുകള് ശേഷം അല്ലേ? അതെ, നമുക്കൊരു ടച്ച് കിട്ടുപോയില്ലേ പെട്ടെന്ന് വീഡിയോ എടുക്കുമ്പോ. അതെ, അല്ല അതിന്റെ ഇടയ്ക്ക് എടുക്കാന്നൊക്കെ സോനു പറഞ്ഞു. പക്ഷെ എനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല. അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എടുക്കാന്ന് പറഞ്ഞിരുന്നു സോനു. ഒരു 1 month ഒക്കെ കഴിഞ്ഞപ്പോ പറഞ്ഞു വീഡിയോ എടുക്കാൻ, നമ്മുടെ പ്രേക്ഷകരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ ഇത് ഇങ്ങനെ മൊബൈൽ എടുക്കുമ്പോഴേക്കും പറ്റുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും എന്തെങ്കിലും തടസ്സം വരില്ല നമുക്ക് വീഡിയോ എടുക്കാൻ നോക്കുമ്പോ. അതാണ് പിന്നെ ഇപ്പൊ ഓക്കെ ആയിട്ട്. പിന്നെ എല്ലാവരും അമ്മയുടെയും അമ്മച്ചിയുടെയും ഒക്കെ വിശേഷങ്ങൾ ചോദിച്ചിരുന്നു. അമ്മ കുഴപ്പമില്ല, ഏജ് ആവണതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അമ്മയ്ക്ക്. അപ്പൊ അവിടെ അമ്മോട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇവിടെ ഞങ്ങളുടെ കൂടെ ഇവിടെ സെറ്റിൽ ആവുക, നാട്ടിലൊക്കെ മതി, ഇവിടെ നിൽക്കാൻ പറയുന്നുണ്ട് അമ്മോട് ഞാൻ. അമ്മ കേൾക്കണില്ല. പിന്നെ അമ്മച്ചിക്ക് ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, ചൂട് സമയമല്ലേ. അപ്പൊ അമ്മച്ചിക്ക് ചൂട് സമയത്ത് തീരെ പറ്റാറില്ല. ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. പിന്നെ രോഹിണിയൊക്കെ വന്നു പോയി, നമുക്ക് കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മള് പോയി കണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പോയി രോഹിണീനെ കണ്ടു, സംസാരിച്ച് പോന്നു. അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ രോഹിണീനെ കാണിക്കാം. ഇപ്രാവശ്യം സാഹചര്യം അതിന് പറ്റുന്നതായിരുന്നില്ല. ഇപ്പൊ ഈ ചൂടായ കാരണം ഞങ്ങൾ അധികം ഇങ്ങനെ കറങ്ങാനൊന്നും പുറത്ത് പോകണമില്ല. കൂടുതൽ സമയം ഇവിടെയൊക്കെ തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങിയാലും വൈകുന്നേരം സമയത്ത് ഞങ്ങള് ചൂടിച്ചിരി രാത്രി സമയത്താണ് പോവാറ്. കഴിഞ്ഞ അത്ര പറ്റുന്ന എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര സ്പീഡാണ്. ഞാനും സ്പീഡിൽ കഴിക്കുന്ന ആൾ തന്നെയാ. പക്ഷെ ഇപ്പൊ വർത്താനം പറഞ്ഞപ്പോ അങ്ങനെ ഇരുന്നു പോയി. നികേഷേട്ടൻ വർത്താനം പറഞ്ഞോടെ ഇത് പോയി. പക്ഷെ സ്പീഡ് കഴിക്കണ കൊള്ളില്ല. എന്താന്നറിയത്തില്ല. ഞാൻ പയ്യെ കഴിക്കാന്ന് വിചാരിക്കും, പിന്നെ പയ്യെ കഴിക്കും. അങ്ങനെ എനിക്ക് മതി കഴിച്ചു. പയ്യെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചു നേരം കഴിയുമ്പോ പെട്ടെന്ന് കഴിച്ചു. ഞാൻ കഴിച്ചു. നീ ഇങ്ങോട്ട് ഇടണ്ട, കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അതെ, കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങള്
മാങ്ങ കഴിക്കാൻ പോവാണ്. മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ, അപ്പൊ കുറെ മാങ്ങകള് പുറത്തൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് മാങ്ങ വാങ്ങി. സോനുവിനെ മാങ്ങയും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. വീട്ടിൽ ഇഷ്ടംപോലെ മാങ്ങുള്ളതാണ് എനിക്ക്. ഇപ്പൊ അവിടെ ഉണ്ടായോന്ന് അറിയില്ല. അന്ന് നമ്മൾ ചെന്നപ്പോ കുറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? അന്നൊക്കെ ചെറുതായിരുന്നു, ഇപ്പൊക്കെ വലുതായി ഉണ്ടാവും. അപ്പൊ അമ്മ വരുമ്പോ കൊണ്ടുവരാൻ പറയാം. ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് പൈസ കൊടുത്ത് മേടിച്ചതാണ്. കഴിക്കാം നമുക്ക്. മാങ്ങ ഇഷ്ടല്ലേ മാങ്ങ? ഈ ചൂടുകാലത്ത് വെള്ളം മാത്രം കുടിച്ചാൽ പോരല്ലോ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണ്ടേ? ഞാൻ അതിന്റെ തൊലി കളഞ്ഞെടുത്തായിരുന്നു. ചെറിയ കഷ്ണം മതി. മൊത്തത്തിൽ തൊലി കളഞ്ഞിട്ട് പൊള്ളണോ അതോ ഇങ്ങനെ പൊള്ളണോ? തൊലി കളയണ്ട, എനിക്ക് തൊലിയോട് കൂടി കഴിക്കണ ഇഷ്ടം. അതെയോ? ഞാൻ കഴിയിട്ടുണ്ട്. എന്നാലും ഒരു കഷ്ണമാണ്. ബാക്കി നീ കഴിക്കും. നീ അടിച്ച് തിന്നാറില്ലേ? ഞാൻ തൊലി കളഞ്ഞിട്ടാ കഴിക്കാറുള്ളത്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആകുമ്പോ കുഴപ്പമില്ലല്ലോ, പുറത്തുനിന്ന് കിട്ടുന്ന മാങ്ങയില്ലേ? ടേസ്റ്റിന്റെ മധുരം ഉണ്ടാവും. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ നമ്മുടെ നാടൻ. ഓ എന്ത് ചൂടാലേ നീഷേട്ടാ, ഇത് രക്ഷയില്ല. എന്താ ചൂട് ഇങ്ങനെ കൂടിക്കൂടി വന്ന മനുഷ്യന്റെ ഒക്കെ അവസ്ഥ എന്താവും എന്തോ. ഒരു വശത്ത് ചൂട് കൂടുക, ഒരു വശത്ത് മഴ കൂടുക. ഇനിയിപ്പോ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പ്രളയം ഒന്നും ആവാതിരുന്നാ മതി. കഴിഞ്ഞ വർഷം മഴ കുറവില്ലായിരുന്നു, കുറച്ച് പെയ്തു വന്നാലും കുറവായിരുന്നു തോന്നുന്നു. ഇതിന്റെ ഒരു കഷ്ണം കൊടുത്താ വേണോ? രണ്ടും ചെല്ലണോ? അല്ല, ഇത് നീ തോല് കളഞ്ഞില്ലേ? എനിക്ക് തോലുള്ളത് വേണം. തോലോർക്കനെ കഴിക്കുമ്പോഴാ രസം. എനിക്ക് ഒരു പൂള് ഇങ്ങനെ ചെല്ലണോ? ഒറ്റ പൂള്. തോലില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇതുപോലെ. സോനുവിന്റെ വീട്ടിൽ മാങ്ങയില്ലല്ലോ. നമ്മുടെ ഇവിടെ റബ്ബർ മാത്രമുണ്ട്. ഇപ്പൊ മാവ് നട്ടിട്ടുണ്ട്, അത് ഉണ്ടായിട്ടുണ്ട്. മാങ്ങ ഇല്ല അവിടെ. ചക്ക ഉണ്ട് അല്ലേ അപ്പുറത്ത്? നല്ല മധുരമാണല്ലോ. മതി, എനിക്ക് മതി, നീ കഴിച്ചോ. അപ്പൊ ഞാൻ മാങ്ങയൊക്കെ ഇങ്ങനെ കഴിച്ച് വന്നിരിക്കട്ടെ. അതെ, ഇനി പിന്നെ കാണാം അല്ലേ? പിന്നെ കാണാം. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. നികേഷ് ചേട്ടന് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിലേക്ക് പോയി. പിന്നെ ഇന്ന് നീ ചോറിന് കിളിമീൻ ആണ് ഇവിടെ കിട്ടിയേക്കണത്. ഇത് ഇന്നലെ മാർക്കറ്റിൽ പോയി മേടിച്ച് വെച്ചത്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണതുകൊണ്ട് മാർക്കറ്റിലേക്ക് പോയ ടൈം പോകും, അതുകൊണ്ട് മേടിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നു. കിളിമീനാണ് കിട്ടിയേക്കണത്. പല തരത്തിൽ മീൻകറി വെക്കാറുണ്ട്. ഓരോ തവണ യൂട്യൂബിൽ നോക്കി വെച്ചാൽ ഓരോ സ്റ്റൈലിൽ, ചിലപ്പോൾ കോട്ടയം സ്റ്റൈലിൽ വയ്ക്കും, ചിലപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈലിൽ വയ്ക്കും. ഇന്നിപ്പോൾ ഞാൻ വയ്ക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം സ്റ്റൈലിൽ. അതൊരു യൂട്യൂബിൽ കണ്ട റെസിപ്പി കേട്ടോ. മീനൊക്കെ കല്ലുപ്പൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ. അപ്പോൾ അതേ മീനൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3-4 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ഒരു 1/2 ടീസ്പൂൺ വറുത്ത ഉലുവയാണ്, അതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി. എൻ്റെ വീട്ടിലൊക്കെ വാളംപുളി ഇട്ട് മീൻകറി വെക്കാറില്ല കേട്ടോ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ യൂട്യൂബിൽ കണ്ട റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വാളംപുളിയാണ് ഇതിലിടുന്നത്. ഇത് പിഴിഞ്ഞൊഴിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാം. ഞാൻ തൽക്കാലം ഞാൻ കണ്ട റെസിപ്പിയിൽ അവർ ഉണ്ടാക്കിയത് ഈ അരയ്ക്കുന്ന ഇതിലിട്ടാണ് വാളംപുളി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ആദ്യം മീൻകറിയിലേക്ക് വേണ്ട അരപ്പ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് എത്രമാത്രം ചാറ് വേണമെന്നനുസരിച്ചിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവാണ്. ഈ അരപ്പ് തിളച്ചിട്ടാണ് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഇപ്പോൾ ഇടാം കേട്ടോ, പക്ഷെ ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുള്ളൂ. കറിക്ക് ഇവിടെ തിള വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കിളിമീൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അങ്ങനെ അതാ അവസാനം ഇവിടെ മീൻ കറി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനം ഇതിലേക്ക് കടുക് താളിച്ച് വയ്ക്കാം നമുക്ക്. അങ്ങനെ മീൻ കറി കടുക് താളിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചേക്കാം. എന്നിട്ട് കഴിക്കാൻ നേരത്തെ നിന്ന് മിക്സ് ചെയ്യാം. അടുത്തായിട്ടൊരു തോരൻ കറി വയ്ക്കാൻ പോവാണ്. അതിന് ഞാൻ ഇത് മേടിച്ചേക്കണ വാഴച്ചുണ്ടാട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്.
പിന്നെ അതുമല്ല നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതായിട്ടാണ് വാഴച്ചുണ്ട്. പുറത്തെ പോളൊക്കെ ഒന്ന് പൊളിച്ച് കളയിട്ട് എന്നിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. ഒത്തിരി പൊളിച്ച് കളയുന്നില്ല, 1-2 പാളി അത്രയും കളയുന്നു. ഇത്രയും കളഞ്ഞാൽ മതിയായിരിക്കും. ഞാനിത് വെള്ളത്തിലേക്കാട്ടോ അരിഞ്ഞിരുന്നത്. ചിലവർ മോരുവെള്ളമൊക്കെ എടുത്ത് അതിലേക്ക് അരിഞ്ഞിട്ടാണ് എൻ്റെ ആ നാരോ ഏതാണ്ട് ഇതൊക്കെ പോകാൻ വേണ്ടി. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിട്ട് അങ്ങ് കഴുകിയെടുക്കാറാണ്. അങ്ങനെ ഒരു വാഴച്ചുണ്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 തവണ നല്ലോണം കഴുകിയെടുക്കാം നമുക്ക്. വാഴച്ചുണ്ട് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞിട്ട്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് ആദ്യം നമുക്ക് തയ്യാറാക്കാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ട് വരുമ്പോൾ 2 വറ്റൽമുളകും കൂടെ മുറിച്ചിടുകയാണ്. പിന്നെ 2 കറിവേപ്പില മൂത്ത് വന്നപ്പോൾ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ തേങ്ങ എടുക്കണമായിരുന്നു. ഞാൻ തേങ്ങ എടുത്തപ്പോൾ ഒരു ഇച്ചിരി കുറഞ്ഞു പോയി, പക്ഷെ കുഴപ്പമില്ല. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യം വേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഇടയ്ക്ക് മൂടി ഒന്ന് എടുത്തിട്ട് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. വെന്തിട്ടില്ല. നമ്മുടെ തോരൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചേക്കുവാണ്. അങ്ങനെ മീൻകറി ഇവിടെ ഇരുന്നിട്ട് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ തോരൻ കറി റെഡി ആയിട്ടുണ്ട്. വേറെ പരിപ്പ് കറി ഇരിപ്പുണ്ട്, പിന്നെ ചെറുപയർ ഒലത്തിയത് ഇരിപ്പുണ്ട്. അത് ഫ്രിഡ്ജിലാണ്, പിന്നെ കഴിക്കാൻ നേരത്തെ എടുക്കാം. അതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങള് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്, ലഞ്ച് കഴിക്കുകയാണ്. 1 മണിയായി. അപ്പോൾ സോനു എന്തൊക്കെയാന്ന് സോനുവിന്റെ സ്പെഷ്യൽ മീൻകറി. സോനുവിന്റെ മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് വെച്ചത് മീൻകറിയും പിന്നെ വാഴച്ചുണ്ട് തോരനുമാണ്. ബാക്കി പിന്നെ പരിപ്പ് കറിയും തൈരും എടുത്തേ. മീൻ കഴിച്ചു നികേഷായിട്ട് മീനുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും മൈൻഡ് ചെയ്യില്ല. മീനോ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ കഷ്ണം അവരോട് എടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. മതിയോ? എല്ലാം മതി. അയ്യോ, ആ സാരില്ല. വെച്ച മീൻ കഴിച്ചു എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. മീൻകറി സോനു വയ്ക്കുന്ന മീൻകറി എപ്പോഴും സൂപ്പറാണ് മീൻകറി. പക്ഷെ ചിക്കൻ കറി എനിക്ക് ചിക്കൻ കറി എന്താ പ്രശ്നം എന്ന് അറിയോ? ചിക്കൻ കറി ഒരുപോലെ വെക്കില്ല. ഒരു പ്രാവശ്യം വെച്ച് പിന്നെ അടുത്ത പ്രാവശ്യം വെക്കുമ്പോ വേറെ രീതിയോ, പിന്നെ അതിന്റെ അടുത്ത പ്രാവശ്യം വെക്കുമ്പോ വേറെ രീതിയോ. അപ്പൊ അമ്മച്ചി അമ്മയൊക്കെ വെക്കുമ്പോ എപ്പോഴും ഒരേ രീതിയാ. അമ്മച്ചി അവിടെ ചിക്കൻ വെക്കുക കൂത്താട്ടുകുളം, അവര് വേറൊരു സ്റ്റൈലില്ല. അധികം ചാറൊന്നും ഉണ്ടാവില്ല, ഡ്രൈ ആയിട്ട് കട്ടിയിൽ ഇങ്ങനെ നമ്മള് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് ഇല്ലേ, ആ ഒരു രീതിയിലാണ് വരിക. അമ്മ ഉണ്ടാക്കുമ്പോ ഭയങ്കര ചാറൊക്കെ ഇട്ട് അങ്ങനെ, അതും സൂപ്പറാ അമ്മ ഉണ്ടാക്കണതും. പക്ഷെ സോനു ഉണ്ടാക്കുന്നത് പല ടൈപ്പിൽ ഇങ്ങനെ മാറും. അതുകൊണ്ട് സോനുവിന്റെ ചിക്കൻ കറി ഇഷ്ടമാണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ചില സമയങ്ങളിൽ ഉണ്ടാക്കുന്നത് ഇഷ്ടമാവില്ല. അപ്പൊ ഞാൻ സോനുവിനോട് അത് പറയും. മീൻ കറി പക്ഷെ സൂപ്പറാണ്. മീനും പിന്നെ
ബീഫും വെക്കുമ്പോ നന്നാകുന്നുണ്ട്. പക്ഷെ ചിക്കൻ കറി ഞാൻ വെക്കുമ്പോ വീട്ടുകാർ വെക്കണ ഒരു അത്രയൊന്നും വരികയല്ല അല്ലേ? തിരിച്ചു മറിച്ചൊക്കെ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് എന്താന്ന് അറിഞ്ഞൂടാ. ചിലവരുടെ ഒരു പിന്നെ ആ ചേരുവകൾ ചേർക്കണേലും എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. അമ്മയുടെ തീർത്തും ഡിഫറെന്റ് ആയിട്ട് അമ്മ ഉണ്ടാക്കാറ്. ഓരോ ജില്ല മാറുമ്പോ തെക്കോട്ടും വടക്കോട്ടും പോകുമ്പോ ഒത്തിരി വ്യത്യാസം വരും. എനിക്ക് ചാറ് വേണമെന്നൊക്കെ മനസ്സിലായപ്പോ അമ്മച്ചി പിന്നെ സോനുന്റെ വീട്ടിൽ ചെല്ലുമ്പോ ചാറൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി അല്ലെ. ആദ്യമായിട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് തീരെ ചാറുണ്ടാവില്ല, കട്ടിയിൽ ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ എനിക്കുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിക്കും ദൈവം ഇത് കൂട്ടിയിട്ട് എങ്ങനെയാ ചോറുണ്ടാന്ന് വിചാരിക്കും. പിന്നെ അമ്മച്ചി ചെല്ലുമ്പോ കുറെ ചാറൊക്കെ വെച്ചിട്ട് വാച്ചുണ്ട് പോലെ കൂട്ടണ്ട, നല്ലതാണ് ശരീരത്തിനൊക്കെ. പരിപ്പറി കഴിക്കണം, തൈര് അവസാനം കഴിച്ചോ. വൈകിട്ട് ഡിന്നർ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അതെ, 8 മണിയൊക്കെ ആകുമ്പോ പോവാം. അപ്പൊ ഞങ്ങൾ ഇനി കഴിച്ചിട്ട് കേട്ടാ, കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയാം, സംസാരിക്കാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടാളും. എന്താ ഇനി വേറെ വിശേഷങ്ങളൊക്കെ പറയാൻ? ഞങ്ങളൊരു സിനിമ കണ്ടായിരുന്നു, ആടുജീവിതം കണ്ടു. നിങ്ങളൊക്കെ കണ്ടോ? നല്ല സിനിമയല്ലായിരുന്നു? നല്ല വിഷമൊക്കെ തോന്നി സിനിമ. ദുഃഖായിരുന്നു. നമ്മള് പിന്നെ കഥ അറിയണോണ്ട് എനിക്ക് അറിയായിരുന്നു. നിനക്കും അറിയായിരുന്നില്ലേ കഥ? ഞാൻ പണ്ട് നോവല് വായിച്ചിട്ടുണ്ട്. അതെ, ഞാനും നോവല് വായിച്ചിട്ടുണ്ട്. അപ്പൊ അറിയായിരുന്നു കഥ എന്താന്നുള്ള അറിയായിരുന്നു. എന്നാലും ചില ഭാഗങ്ങളൊക്കെ എത്തിയപ്പോ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി. നിനക്ക് കരച്ചില് വന്നോ? എനിക്ക് ഞാൻ എന്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ചാടി 2-3 ഭാഗങ്ങളില്. അങ്ങനെ നല്ല അതുപോലെ എനിക്ക് തോന്നി ആ പാട്ട് അവസാനം പാട്ട് വെച്ചില്ലേ, ആ പാട്ട് ഇടയിൽ എപ്പോഴെങ്കിലും ഉൾക്കൊള്ളിക്കാമെന്നൊന്നും എനിക്കിങ്ങനെ തോന്നി. നല്ല പാട്ടല്ലേ പെരിയോന് എന്നുള്ള പാട്ട്, പെരിയോന് റഹ്മാന്. അത് അവസാനം നമ്മൾ ഇറങ്ങി വരുമ്പോഴാണ് ആ പാട്ട് കേട്ടത്. അത് ആ സിനിമയുടെ ഉള്ളില് ഉൾപ്പെടുത്താമെന്ന് തോന്നി. പക്ഷെ നല്ല സിനിമയായിരുന്നു. എന്തായാലും തകർപ്പൻ അഭിനയം. പൃഥ്വിരാജും പിന്നെ ഗോകുലും ഒക്കെ നല്ല അഭിനയമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളെല്ലാരും കൂടി പോയി കണ്ടു. അത് ആടുജീവിതം ഇറങ്ങിയ കാണണം എന്നുള്ളത് നമ്മള് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അന്ന് അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നില്ല, എല്ലാരും പോയാ ഞാൻ കണ്ടോ. എല്ലാരും കൂടി. അമ്മയൊക്കെ ഇങ്ങനെ ഇരുന്ന് കരച്ചിലുകൊണ്ട് കരച്ചില്ല. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണില്ല, ഫുള്ള് കരച്ചില്. ചേച്ചി മൂക്കിങ്ങനെ ഇതാക്കി തുടക്കുന്നതൊക്കെ കാണാറുണ്ട് തിയേറ്ററിൽ. ഒക്കെ കരച്ചിലായിരുന്നു സിനിമയില്. ഇഷ്ടായി. പിന്നെ വേറെന്താ വിശേഷം? വേറെ എന്താ വിശേഷം? കൊറേ ആള് കൂടി വീഡിയോ എടുക്കുമ്പോ ഒരു ടച്ച് തന്നില്ല അങ്ങോട്ട്. കൊറേ കാലം കൂടി 2 മാസത്തോളം ആവാറായി. എന്റെ പിറന്നാളിനെയാണ് അവസാനം വീഡിയോ ഇട്ടത്. ഞങ്ങള് പോലും അന്ന് വിചാരിച്ചില്ല അത്രയും ഗ്യാപ്പ് ഇനി വരുന്നു. ഞങ്ങള് അന്ന് കരുതിയതല്ല. പിന്നെ ഒരേ വിഷമമുള്ള സന്ദർഭങ്ങളായിരുന്നു ഒക്കെ, സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പൊ നിങ്ങളോട് ഞാനത് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നത്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. കാരണം കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു എന്താ വരാത്തത്, ഹെൽത്ത് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, എന്താ വരാത്തത്, വേഗം വായോ, വേഗം വീഡിയോ ആയിട്ട് വായോ എന്നൊക്കെ കുറേ പേര്. അതെ, പിന്നെ യൂട്യൂബ് മാത്രമല്ല, നമ്മളങ്ങനെ അധികം ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഒന്നും ഇപ്പൊ ഉപയോഗിക്കാറേ ഇല്ല, കുറവല്ലേ. ഞങ്ങൾ വളരെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഫേസ്ബുക്കിലൊക്കെ ഞാന് ഒരു കാലത്ത് നമ്മള് പണ്ടൊക്കെ ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ ഒന്നിലും അങ്ങനെ അത്ര ആക്റ്റീവ് അല്ല. പിന്നെ വെച്ചാ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ കുറേ അഭിനയങ്ങളുടെ ഒരു കൂട്ടായിട്ടും കൂടി എനിക്ക് ഫീൽ ആവാൻ തുടങ്ങി. എല്ലാ ആൾക്കാരും ചുമ്മാ കേറിയ ആൾക്കാർ ഇങ്ങനെ. അപ്പൊ അതിലൊരു എന്താ ഒരു സത്യസന്ധത തോന്നാത്തൊരു ഫീല് വന്നു തുടങ്ങിയപ്പോ ഞാൻ പിന്മാറി. ഇപ്പൊ അധികം ആക്റ്റീവ് അല്ല, ആകെ കൂടിയിട്ട് യൂട്യൂബിലാണ് ഇപ്പൊ ഞാൻ വരുന്നത്. സോനു പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ ഒക്കെ ഞാൻ നിർബന്ധിക്കണോണ്ട് മാത്രമാണ്. യൂട്യൂബിലും അതെ. ഇപ്പൊ സോനു കുറേ കൂടി അങ്ങനെ പറയുന്നോണ്ട് മാത്രം എനിക്ക് അല്ലെങ്കിൽ എവിടെയും കാലഘട്ടം ഒരു ചേഞ്ച് ആയ പോലെ, ഒരു യാന്ത്രികമായ പോലെ, എല്ലാവരും അഭിനയിക്കണ പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ന് വെച്ചാൽ കുറച്ച് മൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്കിപ്പോ യൂട്യൂബില് ഒരുപാട് വ്യൂവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഉള്ള വ്യൂവേഴ്സ് ആയിട്ട് നമുക്കൊരു അടുപ്പമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്കിഷ്ടമാണ് യൂട്യൂബ് ഇപ്പൊ സോനുവിന്റെ കൂടെ വരാനും ചെയ്യാനും ഒക്കെ. അപ്പൊ പിന്നെ വേറെന്താ വിശേഷം? കുറച്ചു നേരം എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. എനിക്ക്
ഒരാവശ്യമുണ്ട്, അപ്പൊ പുറത്തു പോകണം. അതെ, അപ്പൊ കുറച്ചു നേരം അപ്പൊ ഇനി ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് TV ഒക്കെ കണ്ട് ഇരിക്കാൻ പോവാണ്. സോനു കുറച്ചു നേരത്തേക്ക് ഒന്ന് പുറത്തു പോയിട്ട് വരും. അപ്പൊ ഇനി സോനു പുറത്തു പോയി വന്നിട്ട് നമുക്ക് കാണാം. പുറത്തു പോയി കടി എന്തെങ്കിലും മേടിച്ചോളൂ കേട്ടോ ചായക്ക്. ഇപ്പഴും തീറ്റയുടെ കാര്യം മാത്രം. പരിപ്പ് വട എന്താ ഉള്ളത് വെച്ചാൽ മേടിച്ചോളൂ ചായക്ക്. അത് നോക്കാം, അത് പറഞ്ഞില്ലേ ഞാൻ മേടിച്ചോണ്ട് വരുമ്പോ ചായയുടെ സമയല്ലേ. അപ്പൊ ഇനി ചായയുടെ സമയത്ത് നമുക്ക് കാണാം. അതെ, ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. സോനു പുറത്തു പോയി വന്നപ്പോ വടയും സമോസയും വാങ്ങിയിട്ടുണ്ട്. മധുരങ്ങളൊന്നും വാങ്ങിച്ചില്ലല്ലോ. എപ്പോഴും അധികം മധുരം തിന്നാൽ ശരിയാവില്ല കേട്ടോ. അപ്പൊ വടയും സമോസയും ഉണ്ട്. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോവാണ്. എടുക്കും, ആദ്യം സമോസ തന്നെ എടുക്കാം. എന്നും പരാതിയൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഇന്നിപ്പോ വീഡിയോകളൊക്കെ എടുക്കണോണ്ട് നമ്മൾ വാങ്ങിച്ച അതിലെത്തിക്കും. ഈ പറഞ്ഞ പോലെ നല്ല ചൂടായതുകൊണ്ട് പുറത്തൊന്നും അധികം പോവാറില്ല, കറങ്ങാനും പോവാറില്ല, യാത്രകളും കുറഞ്ഞു. ഇല്ലേ, നിങ്ങൾക്കൊക്കെ നല്ല ചൂടല്ലേ എല്ലാവർക്കും? ഞാനിപ്പോ ഒന്ന് പോയി വന്നോളൂ. എന്റെ അമ്മ ഞാൻ നട്ടുച്ചക്കേ പോയത് 1 മണിക്ക്. ഇവിടെ ഇപ്പൊ എത്തിയപ്പോ എത്ര 4 മണി കഴിഞ്ഞു. അത്ര ചൂടാണ്. ഈ മാസം കൂടി അത് കഴിഞ്ഞ് കിട്ടിയ, മെയ് മാസം കൂടി കഴിഞ്ഞ് കിട്ടിയ പിന്നെ മഴക്കാലാവും. മഴയാവട്ടെ. മഴയായാലും ഈ പറഞ്ഞ പോലെ പിന്നെയും അധികം പുറത്തു പോകാനും പറ്റില്ല. എന്നാലും നമുക്ക് വീട്ടിലൊക്കെ നല്ല സ്വസ്ഥതയിലിരിക്കാം. നല്ല തണവൊക്കെ ആവും പുറത്ത്. വൈകിട്ടത്തെ പുറത്തുനിന്ന് കഴിക്കാം അല്ലേ? വൈകിട്ടിന് പുറത്ത് നമുക്ക് നേരത്തെ പോവേ. ബിഗ് ബോസ് ആകുമ്പോഴേക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് പ്രധാന ഇവിടെ. ബിഗ് ബോസ് ഞാൻ ഇതുവരെ ഒറ്റ എപ്പിസോഡും കാണാതിരുന്നിട്ടില്ല, എല്ലാം കാണാറുണ്ട്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ ആരൊക്കെ ചോദിച്ചിരുന്നു, നികേഷ് ഏട്ടൻ കാണാറുണ്ടല്ലോ ബിഗ് ബോസ്, ആരാ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന്. ഇപ്രാവശ്യം എനിക്കങ്ങനെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരും ഇല്ല. കുറച്ചു പേരെ ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരും ഇല്ല. ഇപ്പൊ ജിൻഡോനെ ഇഷ്ടമാണ്, സിജോനെ ഇഷ്ടമാണ്, പിന്നെ ആരാ അർജുനെ ഇഷ്ടമാണ്. അങ്ങനെ അവരൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവർക്കൊക്കെ വിന്നറാവാനുള്ളൊരു ഇതൊന്നും ആരിലും ഞാൻ അങ്ങനെ കാണുന്നില്ല. പക്ഷെ ഇവരൊക്കെ ഇഷ്ടമാണ്. പിന്നെ ജാസ്മിനെ 10-23 വയസ്സല്ലേ ഉള്ളൂ ആ കുട്ടിക്ക്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പക്വത കുറവുണ്ടെങ്കിലും എവിടെ കൊണ്ടോ കുറച്ചൊരു ഇഷ്ടം എനിക്ക് ജാസ്മിനോടും ഉണ്ട്. പിന്നെ എല്ലാവരും ഇപ്പൊ ഉള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഇഷ്ടം തന്നെയാണ്. അങ്ങനെ ഇഷ്ടക്കേട് തോന്നുന്ന കണ്ടസ്റ്റൻസ് ആരും ഇല്ല ഇപ്രാവശ്യത്തെ ബിഗ് ബോസില്. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള ആരും ഇല്ല. എന്താ പറയാ, ഭയങ്കര ഫാൻ ആവുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ആരും ഇപ്രാവശ്യത്തെ ബിഗ് ബോസില് എനിക്ക് ഇല്ല. സോനു കാണാറുണ്ടോ? ഞാനില്ല. ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരുപാട് കാണാനുണ്ട്. ഇതുപോലത്തെ ന്യൂസുകളൊക്കെ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്, ബിഗ് ബോസ് അണിയറ പ്രവർത്തകരാണ് ഇതൊക്കെ തീരുമാനിക്കണത് എല്ലാം എന്നൊക്കെ. അതൊക്കെ ശരിയായിരിക്കാം. ഞാനിതൊരു ടൈം പാസ് എന്നുള്ള രീതിയിലാണ് കാണാറ്. രാത്രിയാവുമ്പോൾ ഇതിരുന്ന് ഇങ്ങനെ കാണും കുറച്ച് നേരം. അപ്പൊ നമുക്കൊരു ടൈം പാസ് അത്രയേ ഉള്ളൂ. അതായത് അതിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിക്കാറുമില്ല, ഒന്നുമില്ല. ഇപ്രാവശ്യത്തെ വിന്നർ ജിൻഡോ ആവുമെന്ന് വിചാരിക്കുന്നു. ജിൻഡോന്റെ കഥയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അവിടെ കുന്നംകുളം ഭാഗത്താണ് പുള്ളിക്കാരൻ ചെറുപ്പത്തിൽ കുറച്ച് മുമ്പ് ബാറിലൊക്കെ നിന്നത്. ആ പേര് പറഞ്ഞപ്പോൾ പാവർട്ടി എന്നങ്ങനെ പറഞ്ഞു. പാവർട്ടി നമ്മുടെ സൈഡാണ്. അപ്പൊ എന്താ 10 രൂപയ്ക്ക് ഛർദ്ദിച്ചത് കോരാൻ വേണ്ടിയിട്ടൊക്കെ നിന്നു എന്നൊക്കെ പറഞ്ഞത് മനസ്സിന് ഭയങ്കര ടച്ചിങ് ആയി. വളരെ ഹേർട്ട് ടച്ചിങ് ആയിരുന്നു അതൊക്കെ. അങ്ങനെ വളരെ ഫാനായിട്ടുള്ള ആരും ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറെ പേരെ ഇഷ്ടമാണ്. സിജോ, ജിൻഡോ, അർജുൻ, ജാസ്മിൻ അവരൊക്കെ ഇഷ്ടമാണ്. പിന്നെയുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇഷ്ടം തന്നെയാണ്. ഒറ്റ ആൾ ഇഷ്ടമില്ലാത്തൊന്നുമില്ല. അതില് വളരെ മോശമായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരും അതിലിപ്പോൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വളരെ എന്താ പറയാ, ഭയങ്കരതായിട്ട് വിന്നറാവാൻ യോഗ്യനായിട്ട് നിൽക്കുന്ന ആരും അങ്ങനെയും തോന്നിയില്ല. അപ്പൊ ഇതാണ് പ്രാവശ്യത്തെ ബിഗ് ബോസ്. ഇതിൽ കുറച്ച് ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും അല്ലെ, നമ്മുടെ പ്രേക്ഷകരിൽ കുറച്ച് ആൾക്കാർ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരായിരിക്കും. അതിൽ 1-2 പേര് മാത്രം എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, നികേഷ് ആരാ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ്. അപ്പൊ അവർക്കുള്ള മറുപടിയാണ് ഇപ്രാവശ്യം നികേഷ് ചേട്ടന് അങ്ങനെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരും ഇല്ല. പക്ഷെ കുറെ പേരെ ഇഷ്ടമാണ്.
ബോറടിച്ചാ? ഞാൻ പറഞ്ഞപ്പോഴേ വേറൊന്നും പറയാനില്ല. പറഞ്ഞേള്ളൂ. നമ്മുടെ ചെടികളൊക്കെ ഇച്ചിരി വാടിയിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മണി പ്ലാന്റ് ഇച്ചിരി വെള്ളം ചാടിച്ചിട്ട് വിടുക. ആഴ്ച ഞാൻ 1-2 തവണ വെള്ളം ഒഴിക്കാറുണ്ട്. ഇന്ന് ഒഴിക്കേണ്ട ദിവസമാണ്. ചായ കുടിച്ചിട്ട് കാണാം. വട കാണിച്ചില്ലല്ലോ. വട ഇല്ലിട്ടോ നമ്മുടെ കൂടെ. ഞങ്ങള് കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി ഇനി ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ നമ്മള് എവിടെയാ പോണ സോനു? നമ്മള് മുമ്പൊരിക്കൽ പോയ റെസ്റ്റോറന്റ് കാക്കനാടുള്ള ഉരുള എന്ന് പറഞ്ഞ്, അന്ന് നികേഷന്റെ ബർത്ത്ഡേക്കാണ് നമ്മള് എപ്പോഴും പോയായിരുന്നില്ല. എപ്പോഴും പോയി, പക്ഷെ എന്റെ പിറന്നാളിനാണോന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എപ്പോഴും പോയി. നമ്മള് ഉരുളയിന്ന് കാണിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ ഉരുളയിലേക്ക് നമ്മള് പോവാണ്. ഇവിടെ കാക്കനാട് തന്നെയാണ് ഉരുള റെസ്റ്റോറന്റ്. അപ്പൊ നമ്മള് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരും. അപ്പൊ നമ്മള് ഹോട്ടലിൽ എത്തിയിട്ട് ഇനി കാണാം. ഞങ്ങള് ഉരുള റെസ്റ്റോറന്റിൽ എത്തിയിട്ടാ അല്ലേ? അതെ, എന്താ കഴിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. സോനു എന്താ കഴിക്കുന്നത്? ഞാൻ നോക്കട്ടെ, ലൈറ്റ് ആയിട്ട് കഴിക്കുള്ളൂ. വിശപ്പ് കുറവാണ്. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഡിന്നർ അടിപൊളിയായിരുന്നു. അതിന്റെ അകത്ത് പാട്ട് വെച്ചതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല, അതാണ്. അതെ, അപ്പൊ ഞാൻ ഇടിയപ്പവും ചിക്കൻ കറിയും സോനു ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനുമാണ് കഴിച്ചത്. ഇഷ്ടായില്ലേ? ഇഷ്ടമായി, നല്ല ഭക്ഷണമായിരുന്നു. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡാട്ടോ. ഇത് നമ്മുടെ പ്രൊമോഷനൊന്നല്ലേ, നമ്മൾ പ്രൊമോഷനൊന്നും ചെയ്യാറില്ല. കഴിച്ചപ്പോൾ ഇഷ്ടമായി, അതുകൊണ്ട് പറയുന്നതാണ്. ഫുഡ് നല്ല ഫുഡായിരുന്നു. കഴിച്ചിറങ്ങി. ഇനി നമ്മൾ എന്താ പരിപാടി? ഇനി നേരെ വീട്ടിലേക്ക് പോവാം. നൈറ്റിലൊക്കെ ഇങ്ങനെ നടക്കണത് നല്ല രസമാണ് അല്ലേ? പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ. ഇപ്പം ഈ ചൂട് സമയമല്ലേ, അപ്പം നമ്മൾ ഉച്ച സമയത്തൊന്നും അങ്ങനെ രണ്ടാളും കൂടി പുറത്ത് പോകാറില്ല. അപ്പം രാത്രി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല രസമാണ്. പ്രത്യേകിച്ച് മറൈൻ ഡ്രൈവ് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ. അപ്പം ഇപ്പം നമുക്ക് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ അടിപൊളി ദിവസമൊന്നും അല്ലായിരുന്നു. സാധാരണ ഒരു നോർമൽ ഡേ അല്ലേ സോനു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എന്നാലും അങ്ങനെ അമ്മ മോശമല്ല, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. സാധാ പോലെ പോയൊരു ഡേ. അപ്പം ഇന്നത്തെ ഇപ്പം നിങ്ങളും ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഞങ്ങളുടെ കൂടെ പങ്കുചേർന്നു എന്ന് വിചാരിക്കണം. വളരെ ഡിഫിക്കൽട്ട് ടൈമിലൂടെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 2 മാസം പോയത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. സോനു അത് കാണുകയും ചെയ്തു. കിഷോറേട്ടനും എന്നെയായിട്ടാണ് കുറേയും കൂടി ക്ലോസ് ആയിരുന്നത്. കാരണം ഞാൻ ഏകദേശം ഒരു 12 വർഷം 13 വർഷമായിട്ട് കിഷോറേട്ടനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പം എപ്പോഴും ഒരിക്കൽ തൃശ്ശൂർ വന്നപ്പോൾ ഒക്കെ കിഷോറേട്ടൻ എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു. അമ്മേനെയും ഒക്കെ കണ്ടിട്ടുണ്ട്, ചേച്ചീനെയും അമ്മേനെയും ഒക്കെ. അപ്പോൾ പുള്ളിക്കാരൻ്റെ സൂയിസൈഡും പിന്നെ ബോബി ചേച്ചിയുടെ മരണവും ഒക്കെ എന്നെ അപ്പാടെ തളർത്തിയിട്ടുണ്ട്. അതുകൂടാതെ വേറെ പല കാര്യങ്ങളും നമ്മുടേതായ പേഴ്സണൽ ആയിട്ടുള്ള എത്രയോ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഇതിന്നൊക്കെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പം അധികം ആരോടും ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും സൂക്ഷിക്കാതെ സത്യം ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഇപ്പൊ നമ്മള് പല ആൾക്കാരും നമ്മുടെ നാട്ടില്, നമ്മുടെ ലോകത്ത് എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവരും 3/4 ജനങ്ങളും പണത്തിന്റെ പുറകെ ഓടുക. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണം വന്നു എന്ന് വിചാരിച്ചിട്ടും സന്തോഷം വരണമെന്നില്ല. നേരെ മറിച്ച് 2000 രൂപ ഉള്ള ആള് അല്ലെങ്കിൽ 3000 രൂപ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സന്തോഷം കിട്ടിയെന്ന് വരും. ഈ ജീവിതത്തിന്റെ ഒരു അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള്
ഹാപ്പി ആയിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറൊന്നുമല്ല. ചില ആൾക്കാർ പറയാറുണ്ട് കുട്ടികളായില്ലെങ്കിൽ അയ്യോ അതെന്തോ വലിയ നഷ്ടമാണെന്ന് പറയാറുണ്ട്. അതുപോലെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അതെന്തോ വലിയ നഷ്ടമാണെന്ന് പറയാറുണ്ട്. അതൊന്നും നഷ്ടങ്ങളല്ല. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഉള്ള ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കുക. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, അപ്പൊ നിങ്ങൾ ആ ഭാഗ്യവാനാണ് അല്ലേ? അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ അതുപോലെ ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അതാണ്. നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ നമ്മൾ ഹാപ്പി ആണോ? ഓക്കെ. നമ്മൾ ഹാപ്പി അല്ല. ഇപ്പോൾ പല കോടീശ്വരന്മാരെയും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോടികളുണ്ട്, പക്ഷെ ഒട്ടും ഹാപ്പി അല്ല. ലോക കോടീശ്വരന്മാരൊക്കെ എടുത്താൽ തന്നെയും നമ്മൾ അവരുടെ കഥകളൊക്കെ വായിക്കുമ്പോൾ പലരും ഹാപ്പി അല്ല. അവരുടെ കുടുംബജീവിതവും ആകെ പ്രശ്നങ്ങളാണ്. പലതുകൊണ്ടും അവർ ഹാപ്പി അല്ല. അപ്പൊ നമ്മൾ ഉള്ള ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്ക് പല ജീവിതശൈലി രോഗങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ബോബേച്ചിയുടെ മരണവും കിഷോറേട്ടന്റെ മരണവും ഒക്കെ ഉണ്ടായപ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും എനിക്ക് വലിയ വിഷമമൊന്നും ഇല്ല. പക്ഷെ എനിക്ക് സോനുവിന്റെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം ഉണ്ട്. ആ കാര്യത്തില് എനിക്ക് എന്തെങ്കിലും പറ്റിയ ഇതിന് എന്താവും എന്നുള്ള ഒരു വിഷമം, സങ്കടമുണ്ട്. സോനുവിന്റെ കാര്യം മാത്രമല്ല, എനിക്ക് അമ്മയെ കുറിച്ച് ആലോചിച്ചിട്ടും വിഷമമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിന് ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അമ്പലങ്ങൾ, പള്ളികൾ എല്ലായിടത്തും പോകുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. വേറെ എന്താ പറയാനുള്ളത്? വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി എപ്പോഴും അടുത്ത വീഡിയോ എന്ന് മാത്രമേ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് പറയുന്നില്ല. ഇനി നികേഷായിട്ട് ചിലപ്പോൾ പറയണേക്ക അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വന്നേക്കാന്നൊക്കെ, പക്ഷെ ഒന്നും പറയുന്നില്ല. എപ്പോഴാന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അത് സൂപ്പർ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ളത്. പക്ഷെ ചില സന്ദർഭങ്ങള് അതിന് ഇപ്പൊ സോനുവിന്റെ വീട്ടിലും ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് പോയതാണ്. പക്ഷെ അമ്മച്ചിക്ക് ഒട്ടും വയ്യ, പിന്നെ വേറെ പല പ്രശ്നങ്ങൾ, പിന്നെ ഞങ്ങളുടെ ഇത് അപ്പോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അന്ന് അവരൊക്കെ മരിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ പോയി രോഹിണിനെ കണ്ടു പോന്നു. അമ്മച്ചിക്കും തീരെ വയ്യ. ഇപ്പൊ ഒന്ന് അമ്മച്ചിനെ കാണാൻ പോകണമെന്നുണ്ട്. പക്ഷെ അമ്മച്ചിക്ക് ഹെൽത്ത് വൈസ് വളരെ പ്രശ്നമാണ്. പിന്നെ അമ്മച്ചിക്ക് പോയിട്ട് വരാറുള്ളൂ, അല്ല ഒരു ദിവസം നിന്നിട്ട് പോരും. ഞങ്ങൾ രണ്ടുപേരോട് പോകുമ്പോ അമ്മച്ചിക്ക് പിന്നെ പണി എടുത്തോണ്ടിരിക്കും. പിന്നെ അമ്മച്ചിക്ക് എന്ന് പറയണത് ഞങ്ങൾ വരുമ്പോ ഞാൻ എപ്പോഴും അമ്മച്ചിയോട് പറയും പുറത്തുനിന്ന് ഫുഡ് മേടിച്ചാൽ മതി. എന്തിനാ ഉണ്ടാക്കി കഴിക്കണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. അമ്മച്ചീനെ കാണുക, അവിടെ നിൽക്കുക, നിങ്ങൾക്കും കാണാൻ ഒരു സന്ദർഭം ഉണ്ടാക്കുക, അതാണ് എന്റെ മനസ്സിൽ. പക്ഷെ അമ്മച്ചിക്ക് അമ്മച്ചിയുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി തന്നെ നിർബന്ധം. അതെ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോ പ്രത്യേകിച്ച് വേണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ ആരോഗ്യം പോകും, അതാണ്. അല്ല, അപ്പൊ അമ്മച്ചിക്ക് പനിയാണ്. അപ്പൊ ആ പനി ഉള്ളതുകൊണ്ട് കൂടിയിട്ടാണ് അമ്മച്ചി പിന്നെ വന്നാൽ മതി എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഞങ്ങൾ ഒരുമിച്ച് പോണത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും, എപ്പോഴാന്നറിയില്ല. അപ്പൊ പോണ സമയത്ത് അമ്മച്ചീനെ നിങ്ങളെ കാണിക്കാം. അമ്മേനെ പിന്നെ ഇപ്പൊ ഈ അവസാന വീഡിയോയില് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പൊ അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഈ കഴിഞ്ഞ കുറെ നാളത്തെ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നും നിങ്ങളോട് പറയാൻ ഇല്ല. ഇനിയിപ്പോ ബിഗ് ബോസിന്റെ സമയം ആവാറായി. അപ്പൊ ഞാൻ അതിന്റെ മുന്നിലേക്ക് പോവും. സോനു, ഞാൻ പിന്നെ ഇനി ഇതിന്റെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ ഒരു ഇതിലായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് ഇനി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതും പറയാ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ എന്നത്തെയും പോലെ പറയാം. എത്രയും പെട്ടെന്ന് ഞങ്ങള് വീണ്ടും വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. അപ്പൊ അതുവരയ്ക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.